ഞാനാണോ വലിയ ഉദ്യോഗസ്ഥൻ അല്ല നിങ്ങളുടെ ഓഫീസറാണോ വലിയ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു. ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് നാളെ മുതൽ ഓഫീസിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിലും മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചി സ്വദേശിയായ 26-കാരി അന്ന സെബാസ്റ്റ്യൻ പറയിൽ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വാർത്തയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഞാനും ഇത്തരത്തിൽ പല ഓഫീസുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കും കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അന്നയ്ക്ക് ചെറിയ വയസ്സ് മുതൽ ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുക, ചാർട്ടേഡ് അക്കൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം. അതുകൊണ്ട് തന്നെ 2023 നവംബർ മാസം അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടിങ് എക്സാം എഴുതി 4ാമത്തെ ചാൻസിൽ പാസ്സാവുകയാണ്. തുടർന്ന് 2024 മാർച്ച് 19 4th ലാർജസ്റ്റ് കമ്പനിയായ EY ഏണസ്റ്റ് ആൻഡ് യങ് മൾട്ടിനാഷണൽ അക്കൗണ്ടിങ് കമ്പനിയിൽ, ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഹൈ പേയിങ് കമ്പനിയാണ്, ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. തുടർന്ന് 4 മാസമായിട്ട് ഇദ്ദേഹം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇദ്ദേഹത്തിന് ഓവർ വർക്കാണ് ആ കമ്പനിയിൽ കൊടുക്കപ്പെടുന്നത്. അത് നമുക്ക് ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഓവർ ടൈം വർക്കാണ്. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്കുള്ളത് 24 മണിക്കൂറാണ്. അതിൽ ഒരു ദിവസം തന്നെ 15-16 മണിക്കൂർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല, നമുക്കത് കഴിയില്ല. പക്ഷെ എന്നാലും അന്ന അത്രയും റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിസ്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്കറിയാലോ, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവേ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും അത് കഴിഞ്ഞ് അവരുടെ ഈ സ്ട്രെസ്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുമ്പോൾ പൊതുവെ സ്ട്രെസ് ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് സമയങ്ങളിൽ നമ്മൾ മാറിയിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ച് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു സമയം പോലും അന്നയ്ക്ക് കൊടുത്തില്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഭയാനകമാണ് ആക്ച്വലി. പിന്നെ ഈ കമ്പനിയിലെ മാനേജർ എന്ന് പറയുന്നത് ആ മാനേജറിന്റെ സമയത്തിനനുസരിച്ചായിരുന്നു അന്നയുമായിട്ട് ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളും നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഇയാൾ ക്രിക്കറ്റ് കാണുന്ന ഒരു ആള് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേക്ക് കളികൾ നടക്കുമ്പോൾ, ഇന്ത്യയിലാണെങ്കിൽ പ്രശ്നമില്ല, ബട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് കളികൾ പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കളികൾ പല സമയങ്ങളിലായിരിക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞ് തീർത്തതിന് ശേഷമാണ് മീറ്റിങ്ങുകൾ കൂടുക എന്നുള്ളത് അയാൾക്കൊരു പ്രശ്നമല്ല. പക്ഷെ അന്നയെ സംബന്ധിച്ചിടത്തോളം അന്ന രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെയോ അല്ലെങ്കിൽ 1 മണി വരെയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്ന ഫേസ് ചെയ്തത്. അപ്പൊ ഇയാള് അദ്ദേഹത്തിന്റെ സമയം, അതായത് ക്രിക്കറ്റ് കളി കണ്ടിട്ട് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പണി പോലും അന്ന ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന ഈ സമയങ്ങളിൽ അന്നയ്ക്ക് ഉറക്കമില്ലായ്മ വരികയും തുടർന്ന് സ്ട്രെസ് അനുഭവപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കൂടുതലായിട്ട് ബാധിക്കപ്പെടുകയും അങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെൽത്ത് കൂടുതലായിട്ട് വഷളാവുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ അന്ന CA പാസ്സായതിൻ്റെ കോൺവൊക്കേഷൻ അത് ജൂലൈ 7 ആയിരുന്നു. അപ്പൊ അതിനായിട്ട് അന്ന അവരുടെ മാതാപിതാക്കളെ പൂനെയിലേക്ക് വിളിച്ചുകൊണ്ട് ജൂലൈ 6 അന്നയുടെ സ്വന്തം പൈസ ചെലവാക്കിക്കൊണ്ട് 2 പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു പൂനെയിലേക്ക്, കൊച്ചിയിൽ നിന്ന്. അങ്ങനെ അന്നയുടെ മാതാപിതാക്കൾ പൂനെയിലേക്ക് പോകുന്നു. പൂനെയിൽ വെച്ചിട്ട് അന്നയുടെ മാതാപിതാക്കൾ അന്നയെ നോക്കുമ്പോൾ അവിടെയും സൺഡേ ആയാലും സാറ്റർഡേ ആയാലും ലാപ്ടോപ്പിന്റെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു അന്നയെയാണ് അവർ കാണുന്നത്. അപ്പൊ അവര് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അന്നയ്ക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അന്ന അവിടെയും കാണപ്പെടുന്നത്. അന്നയുടെ കോൺവൊക്കേഷൻ കഴിഞ്ഞ് മാതാപിതാക്കൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട്
അടുത്ത മാസം, അതായത് ജൂലൈ മാസം അന്നയുടെ മരണവാർത്തയാണ് അവർ അറിയുന്നത്. എന്താണ് മരണകാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അന്ന ഓവർ ടൈം വർക്ക്, അതായത് ഓവർ വർക്ക്, ഡേ ആൻഡ് നൈറ്റ് ഏകദേശം 15-16 മണിക്കൂർ ജോലി ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ സ്ട്രെസ് ആവുകയും ഉറക്കമില്ലായ്മ സംഭവിക്കുകയും ആയത് ഹാർട്ട് അറ്റാക്കിന് കാരണമായി എന്നാണ് ഡോക്ടേഴ്സ് അടക്കം പറയുന്നത്. അന്നയുടെ മരണത്തിന് പോലും EY എന്നറിയപ്പെടുന്ന, അതായത് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ നിന്ന് ഒരാൾ പോലും വന്നില്ല എന്നാണ് അന്നയുടെ മാതാവ് EY കമ്പനിയുടെ ചെയർമാൻ എഴുതിയ ഒരു കത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ അമ്മയുടെ മകൾക്ക് സംഭവിച്ചതുപോലെ, അതായത് അന്നയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി യാതൊരാൾക്കും ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ ഈ ഒരു കത്ത് സോഷ്യൽ മീഡിയകളിൽ വൈറലായതിനെ തുടർന്നാണ് ആക്ച്വലി ഇന്ന് ലോകം ഫുള്ളും ഈ ഒരു വാർത്തയെക്കുറിച്ച് ഇന്ന് നമ്മളെല്ലാവരും തന്നെ പല ചർച്ചകളിലും സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നതൊക്കെ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് കമ്പനികൾ, അതായത് കോർപ്പറേറ്റ്സ്, അവരുടെ എയിം എന്ന് പറയുന്നത് ടു ഗെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. സോ അവർ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും അവർ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഇന്ന ദിവസങ്ങൾ ഇന്ന വർക്ക് ചെയ്യണം, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഇന്ന വർക്കുകൾ കഴിഞ്ഞിരിക്കണം, അത് ഒരു മാസം ആകുമ്പോഴത്തേക്കും എല്ലാ പണിയും തീർത്തിരിക്കണം. ഇത്തരത്തിലാണ് അവർ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവര് ആ വർക്ക് ചെയ്യാൻ കാപ്പബിൾ ആണോ, അവരുടെ എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊന്നും അവർ നോക്കത്തില്ല. അവർ നോക്കുന്നത് ഒന്നേ ഉള്ളൂ, റിസൾട്ട്, ടു ഗെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് മാത്രമായിരിക്കും. സോ ഇത്തരത്തിലാണ് പല കമ്പനികളും നമ്മുടെ ഇന്ത്യയിലായാലും വേൾഡ് വൈഡ് ആയാലും വർക്ക് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിൽ കമ്പനികളിൽ റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് വർക്ക് പ്ലേസിലായാലും പോലും നിങ്ങളുടെ റൈറ്റ്സിനെ, അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ, നമുക്ക് ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് ഭരണഘടന അനുശാസിക്കുന്നതാണ്. സോ അത് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയോ അവിടെ അവരാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. സോ ഇതിന്റെ മേൽ ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതും ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആ ജോലിയിൽ എന്താ പറയാ, കൂടുതൽ ഓവർ വർക്ക് അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോയേക്കണം. കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അവര് അവരുടെ പ്രോഫിറ്റിന് വേണ്ടി ജീവിക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ അത് റിജക്ട് ചെയ്തേക്കണം. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോലി ആവശ്യമാണ്, മണി ആവശ്യമാണ്. കാരണം ജീവിക്കാൻ ഈ രണ്ടും ആവശ്യം തന്നെയാണ്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏതൊരു ജോലിയും നമുക്ക് ചെയ്യേണ്ടതില്ല. അത്രത്തോളം പൈസയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ എത്ര തന്നെ പൈസ സമ്പാദിച്ചാലും നിങ്ങളുടെ ഹെൽത്ത് ശരിയല്ല എങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം വേസ്റ്റ് ആണ്, യൂസ്ലെസ് ആണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നത്. സോ ഗൈസ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നേ ഉള്ളൂ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലികൾ ചെയ്യുക, അല്ലാത്ത ജോലികൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലികൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. ആ ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ ആ ജോലി നമ്മൾ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ജോലിയിൽ ഒരു ഹാപ്പിനെസ് കിട്ടുകയും നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു സംതൃപ്തിയും കിട്ടില്ല എന്നുള്ളതാണ്. സോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട്. അതിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കഴിവെങ്കിലും ഉണ്ടാവും. അതിനെ നിങ്ങൾ പാഷനാക്കി മാറ്റുക, എന്നിട്ട് അതിൽ ശ്രമിക്കുക, വിജയങ്ങൾ കൈവരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായാലും അല്ലെങ്കിൽ മറ്റു തരത്തിലായാലും നമുക്ക് സെറ്റിൽ ആകാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാര്യം നിങ്ങളെ ഈ ഒരു നിമിഷം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബട്ട് അത് 20 മിനിറ്റിലധികമായി പോയത് കൊണ്ടാണ് അത് ഞാൻ പകുതിയാക്കിയിട്ട് ഈ വീഡിയോ ഇടുന്നത്.
അപ്പോൾ എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ ഉണ്ട്. സോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നമുക്കറിയാലോ നിങ്ങളുടെ സുഹൃത്തുക്കളായാലും നിങ്ങളായാലും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. സോ അവിടെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെയും കമൻറ്റുകൾ ഇടുന്നതിന് സപ്പോർട്ട് ചെയ്യുക, പറയുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ല ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.